മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം ചെയ്ത ഈശോയെ അനുസ്മരിക്കുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. ഇന്ന് ബഹുമാനപ്പെട്ട ജോയ് മേനാച്ചേരി അച്ഛനിലൂടെ ഓശാന ഞായറിൻ്റെ വചന സന്ദേശം നാം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരു പകർച്ചവ്യാധിക്കും മാറ്റാനാവാത്ത കർത്താവിനുള്ള ഓശാന ഗീതങ്ങൾ ഉയരട്ടെ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, നമ്മൾ നോമ്പുകാലത്തിലെ സമാപന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തപസ്സുകാലത്ത് ഈ വലിയാഴ്ചയുടെ പുണ്യദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ മനസ്സിൽ സന്ദേഹങ്ങളും ആകുലതകളും ഒരുപക്ഷെ വിഷമതകളും ഉണ്ടായേക്കാം. അതിന് കാരണം നമുക്കറിയാം. നമ്മുടെ പള്ളികളെല്ലാം അടച്ചിട്ടിരിക്കുന്നു, പള്ളിക്കൂടങ്ങൾ പ്രവർത്തിക്കുന്നില്ല, നഗര ഗ്രാമ ജീവിതങ്ങളൊക്കെ സാമൂഹിക സമ്പർക്ക രീതികൾക്കൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന ജാഗ്രത നമുക്ക് ചുറ്റിലുമുണ്ട്. അത് ഒരു പകർച്ചവ്യാധിയെ തടയാനുള്ള വലിയൊരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കർശനമായ നിയന്ത്രണങ്ങൾക്കൊക്കെ നമ്മൾ വിധേയപ്പെടുന്നത്. എന്നിരുന്നാലും വലിയാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ ഓശാന ഞായറാഴ്ച കുരുത്തോല പ്രദർശനത്തിന് നമുക്ക് സാധ്യതയില്ല, പള്ളിയിലുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, പെസഹ വ്യാഴാഴ്ച പാദശാളന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയില്ല, വിശുദ്ധ ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ മുൻവർഷങ്ങളിതുപോലെ പല ശുശ്രൂഷകൾക്കും നമുക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. ദുഃഖവെള്ളിയാഴ്ച പരിഹാര പ്രദർശനം നമുക്കില്ല, ഉദ്ധാന ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷങ്ങൾ നമുക്ക് മുൻവർഷങ്ങളിതുപോലെ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ വലിയ ആഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ജോസഫൂസ് റിച്ചിയോത്തി എന്നറിയപ്പെടുന്ന ചരിത്രകാരനും ഗ്രന്ഥകാരനുമായ ആ വ്യക്തി എഴുതിയ ഈശോയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അതിനകത്ത് ഈശോയുടെ അവസാന ദിനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം കൂട്ടി വായിക്കുമ്പോൾ, ഈ അവസാന ദിനങ്ങൾ, അതായത് വലിയാഴ്ചയിലെ ഈശോയെ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ 2 സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കും. ഈ 2 സന്ദർഭങ്ങളിലുള്ള ഈശോയെ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത് ഈ വലിയാഴ്ചയിൽ നമുക്ക് സ്വർഗ്ഗം നൽകുന്ന സന്ദേശമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ 2 സന്ദർഭങ്ങൾ, ഒന്ന് ഓശാന ഞായറാഴ്ചത്തെ ഈശോയാണ്, അതായത് ആഘോഷങ്ങളിലെ ക്രിസ്തു, ആരവങ്ങളിലെ ക്രിസ്തു. ഓശാന ഞായറാഴ്ച അല്ലെങ്കിൽ ഓശാന ദിനം ഈശോയെ വരവേൽക്കുന്ന ജെറുസലേം നിവാസികൾ അവരെല്ലാവരും രക്ഷകനെ കണ്ടെത്തിയതിൻ്റെ വലിയ ആഘോഷത്തിലാണ്. അങ്ങനെ അപാലവൃദ്ധം ജനങ്ങളും ഈശോയ്ക്ക് ഓശാന പാടുമ്പോൾ ഫരിസേയർ ഈശോയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാൻ പറ, നിശബ്ദരായിരിക്കാൻ പറ. അപ്പോൾ ഈശോ അവർക്ക് നൽകുന്ന ഉത്തരം, ഇവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നാണ്. അപ്പോൾ ആരവങ്ങളിലെ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു, ആഘോഷങ്ങളിലെ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. അതിന് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം: ആരവങ്ങളിലെ സഭ, ആഘോഷങ്ങളിലെ സഭ. ഈ ആരവങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും ക്രിസ്തു പിൻവാങ്ങുന്ന ഒരു സന്ദർഭത്തെയും നമ്മൾ, അല്ലെങ്കിൽ പല സന്ദർഭങ്ങളെയും നമ്മൾ വലിയാഴ്ചയിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഓശാന ദിനം തന്നെ ഈ ഓശാന ആരവങ്ങൾക്കിടയിലും വിലപിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. ജെറുസലേം ജെറുസലേം,
പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ കാത്തു സംരക്ഷിക്കുന്നത് പോലെ നിന്നെ സംരക്ഷിക്കുവാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചു എന്ന് വിലപിക്കുന്ന, ജെറുസലേമിനെ നോക്കി വിലപിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ആരവങ്ങളിലെ ക്രിസ്തുവാണെങ്കിൽ, രണ്ടാമത്തെ സന്ദർഭത്തെ ഞാൻ ആവൃത്തിയിലെ ക്രിസ്തു എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് പിൻവാങ്ങലാണ്, ഏകാന്തതയിലേക്ക് പിൻവാങ്ങുന്ന ക്രിസ്തു. നമ്മളത് കാണുന്നത് പ്രത്യേകിച്ച് ഈ ജോസഫ് റിച്ചിയോത്തി എഴുതിയ ഈശോയുടെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നത്, ഈശോയുടെ അവസാന ദിനങ്ങളിൽ കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ നിന്നും പിൻവാങ്ങുന്നത് ഒലിവ് മലയിലേക്കാണ്. ഒലിവ് മലയിലേക്കുള്ള പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഈ ജനക്കൂട്ടത്തിൽ നിന്നും പിൻവാങ്ങി, ആരവങ്ങളിൽ നിന്നും പിൻവാങ്ങി, ആഘോഷങ്ങളിൽ നിന്നും പിൻവാങ്ങി താൻ സ്നേഹിക്കുന്നവരോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒലിവ് മല പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ആവൃത്തിയെയാണ്, ഏകാന്തതയിലേക്ക് താൻ സ്നേഹിക്കുന്നവരോട് കൂടെ വസിക്കാനുള്ള ആഗ്രഹത്തെ പറയുന്ന പേരാണ്. ശരിക്കും ആവൃത്തി എന്നുള്ള പേര് ഒരു സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ കന്യകാലയങ്ങളിലേക്ക്, മഠങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മണിയടിക്കുന്നു, അവിടെ സിസ്റ്റേഴ്സ് വാതിൽ തുറക്കുന്നു, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ മുമ്പോട്ട് വരുന്നു. അവരൊരു പക്ഷേ നമ്മൾ സന്ദർശന മുറിയിലേക്ക് വരെ നമ്മളെ കയറ്റി ഇരുത്തുമായിരിക്കും. മാക്സിമം സന്ദർശന മുറിക്ക് അപ്പുറത്ത് ക്ലോയിസ്റ്റർ എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതി വെച്ചത് കാണും. ആവൃത്തി എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. അത് കന്യകകളുടെ ഇടം, സന്യാസിനികളുടെ ഇടം, സന്യാസികളുടെ ഇടം. അത് അവരുടെ ഏകാന്തതയുടെ സ്ഥലമാണ്, അത് അവരുടെ സ്വകാര്യതയുടെ സ്ഥലമാണ്, അത് അവരുടെ പ്രാർത്ഥനയുടെ സ്ഥലമാണ്. അവിടേക്ക് പൊതുജനങ്ങൾക്കോ സന്ദർശകർക്കോ പ്രവേശനമില്ല. ആവൃത്തി ഒരു സംസ്കാരമാണ്, ഒരു ജീവിത ശൈലിയാണ്. ശരിക്കും ഓശാന ദിവസം കഴിഞ്ഞുള്ള ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് ഇതുപോലെ പിൻവാങ്ങുന്നതായിട്ടാണ്. ഒലിവുമലയിലേക്ക് ഈശോ പിൻവാങ്ങി, ലാസറിൻ്റെ ഭവനത്തിലേക്ക് പിൻവാങ്ങി, വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ ഈശോ താൻ സ്നേഹിക്കുന്ന ശിഷ്യഗണത്തോടു കൂടെ ആയിരിക്കുവാൻ വേണ്ടി പിൻവാങ്ങി. അങ്ങനെ പിൻവാങ്ങുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ വിളിക്കാം ആവൃത്തിയിലെ ക്രിസ്തു. ആവൃത്തി ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുടെ ജീവിത ശൈലിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ആവൃത്തി? ആവൃത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. ഈശോയുടെ ജീവിതത്തെ മുഴുവൻ പഠിക്കുമ്പോൾ ഈ ആവൃത്തി സംസ്കാരം ഈശോയുടെ ജീവിതത്തിലുണ്ട്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? അത് ഒരു മിഷന് വേണ്ടി, ഒരു ദൗത്യമേറ്റെടുത്ത് ഇറങ്ങുന്നതിന് മുൻപ്, പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ക്രിസ്തുവിൻ്റെ ഒരു ഒരുക്കം. ആവൃത്തിയിലുള്ള ജീവിതം, ഏകാന്തതയിലുള്ള ജീവിതം, അത് പിതാവുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ജീവിതമാണ്. പിതാവുമായി സാലോക്യത്തിൽ, സായുജ്യത്തിൽ ഒന്നായിത്തീരുന്ന അവസ്ഥയാണ്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഈശോ മലമുകളിലേക്ക് പിൻവാങ്ങുന്നു, ഏകാന്തതയിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു. ആവൃത്തി തീർന്നില്ല. ഒലിവുമലയിലേക്ക് ഈശോയുടെ അവസാന ദിനങ്ങളിലേക്ക് പിൻവാങ്ങുമ്പോൾ ഗെത്സമൻ തോട്ടം ആവൃത്തിയുടെ സ്ഥലമാണ്. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഏകാന്തതയിലുള്ള പ്രാർത്ഥന. ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നിട്ടും കർത്താവ് ഒരു കല്ലേറ് ദൂരം മാറിയിരിക്കുന്നുണ്ട്. ഒരു കല്ലേറ് ദൂരം എന്ന് പറയുന്നത് ആവൃത്തിയുടെ ജീവിത സംസ്കാരമാണ്. പള്ളികൾ അടച്ചു, പള്ളിക്കൂടങ്ങൾ അടച്ചു. നമ്മുടെ ഭവനങ്ങളിലേക്ക് പിൻവാങ്ങണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നു, ആത്മീയ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു. അമ്പലങ്ങൾ അടയ്ക്കുന്നു, പള്ളികൾ അടയ്ക്കുന്നു, മോസ്കുകൾ അടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ടൗണുകൾ അടയുന്നു, നഗരങ്ങൾ അടയുന്നു. എല്ലാവരും ഭവനങ്ങളിലേക്ക് പിൻവാങ്ങുന്നു. എന്താണ് ഇത് നൽകുന്ന സന്ദേശം? ഒറ്റ കാര്യമേ ഉള്ളൂ, നീ നിന്നിലേക്ക് തന്നെ തിരിയണം, നീ നിന്നെ തന്നെ തിരിച്ചറിയണം. എന്തിനു വേണ്ടിയിട്ടാണ്? നീ ദൈവികതയിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. യേശു പിതാവുമായി ഗാഢബന്ധത്തിലായിരുന്ന ഏകാന്തത, യേശു താൻ സ്നേഹിക്കുന്നവരോടുകൂടെ ഒന്നായി തീർന്ന ഏകാന്തത, ആ ഏകാന്തതയിലേക്കുള്ളൊരു പിന്മാറ്റമാണ് പ്രിയപ്പെട്ടവരെ ആവൃത്തി എന്നൊരു ജീവിത ശൈലി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോയെ അത്രയധികം സ്നേഹിച്ച്, ഈശോയെ അത്രയധികം പ്രേമിച്ച്, ഈശോയോടുകൂടി ഒന്നായി തീരാൻ ആഗ്രഹിച്ച സന്യസ്തരെല്ലാവരും അവരുടെ ജീവിതശൈലിയാക്കിയത് ഈ ആവൃത്തിയുടെ സംസ്കാരമാണ്. തീഷ്ണമതിയായ പൗലോസ് അപ്പസ്തോലൻ മാനസാന്തര കഥ വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈശോയെ അറിഞ്ഞതിന് ശേഷം പിൻവാങ്ങിയത് അറേബ്യൻ നാടുകളിലേക്ക്. മിഷൻ പ്രവർത്തനമായിരുന്നോ ലക്ഷ്യം. ഒരു മിഷണറി ആകുന്നതിന് മുൻപ്
നമ്മുടെ ഈ തീഷ്ണമതിയായ അപ്പസ്തോലൻ, വിജാതിയുടെ അപ്പസ്തോലൻ പൗലോസ്ലീഹ കണ്ടെത്തിയത് ക്രിസ്തുവിനെ. ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ് ഈശോയ്ക്ക് വേണ്ടി തന്നിലേക്ക് തന്നെ മടങ്ങി പൗലോസ് അപ്പസ്തോലൻ. അങ്ങനെ ഏകാന്തതയിൽ 3 വർഷക്കാലം ജീവിച്ചു. അതിനുശേഷമാണ് തീഷ്ണതയുള്ള പ്രവാചക ശബ്ദമായി, തീഷ്ണതയുള്ള മിഷണറി ആയിട്ട് പൗലോസ്ലീഹ ഇറങ്ങുന്നത്. അസീസിൽ വെച്ച ഫ്രാൻസിസ്. മാനസാന്തരത്തിന് ശേഷം ഫ്രാൻസിസ് മുന്നാണ് നമ്മൾ കാണുന്നത് തെരുവോരങ്ങളിൽ കൊട്ടിപ്പാടുന്നവനായിട്ടല്ല, പിന്നെയോ ഏകാന്തതയിലേക്ക് പിൻവലിയുന്നവനായിട്ടാണ്, ഉൾവലിയുകയാണ്. അങ്ങനെ ഏകാന്തതയിലേക്ക് മാറിയിരുന്നു കൊണ്ട് അസീസിൽ വെച്ച് ഫ്രാൻസിസ് കണ്ടെത്തിയത് തന്നെ തന്നെയാണ്, ക്രിസ്തുവിനെയാണ്, യേശു തന്നെ ആഗ്രഹിക്കുന്ന ദൗത്യത്തെയാണ്. ആരും കയറി ചെല്ലാത്ത ഒരു ദേവാലയത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ശോചനീയമായ അവസ്ഥയിലുള്ള ആ ദേവാലയത്തിലേക്ക് അസീസിലെ ഫ്രാൻസിസ് കയറി ചെന്ന് അവിടെ ക്രൂശ് രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് വെളിപാടുണ്ടാകുന്നത്, നീ ഈ ആലയം പുതുക്കി പണിയണം. വെളിപാട് കിട്ടുന്നത് ഏകാന്തതയിൽ. ദൗത്യം എന്താണെന്ന് വ്യക്തമാകുന്നത് ആവൃത്തിയിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയും പള്ളിക്കൂടങ്ങളും നമ്മുടെ എല്ലാം അടച്ച് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് പിൻവാങ്ങുവാൻ നമുക്കൊരു അവസരം ലഭിച്ചത് ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു വിളിയാണ്, ഒരു പരിഗണനയാണ്. എന്താണ് ആ വിളി? നീ എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കേണ്ട സമയമാണ്. എല്ലാറ്റിനുപരിയായി നിന്നെ തന്നെ കണ്ടെത്തേണ്ട സമയമാണ്. അങ്ങനെ നീ സ്നേഹിക്കുന്നവരോട് കൂടെ ആയിരുന്ന്, നീ ക്രിസ്തുവിലെ ഒന്നായി തീർന്ന്, അങ്ങനെ ദൈവികമായ പദ്ധതിയിൽ നിന്റെ ജീവിതത്തെ നീ വിലയിരുത്താനുള്ള ദൈവം നിനക്ക് നൽകിയ ഏറ്റവും സവിശേഷമായ സമയമാണിത്. ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ മാർച്ച് 19 നേഴ്സസ് മിനിസ്ട്രിയിലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു നേഴ്സ് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. പള്ളികളൊക്കെ അടച്ചു, ഇപ്പോൾ ഞങ്ങൾ വീടിനകത്ത് തന്നെയാണ് കുർബാനയിൽ സംബന്ധിക്കുന്നത്. എന്നിട്ടൊരു ഫോട്ടോയും അയച്ചു. ആ ഫോട്ടോയിൽ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് TV സ്ക്രീനിൽ വിശുദ്ധ ബലി അർപ്പണം നടക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു അലങ്കരിച്ച് വെച്ചിരുന്നൊരു ടീപ്പോയി, ആ വെള്ളത്തുണി കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. 2 തിരികളുണ്ട്, നടുക്കൊരു കുരിശുണ്ട്. തീർന്നില്ല, ആ കുടുംബം മുഴുവൻ മുട്ടുകുത്തി. പള്ളിയിൽ എങ്ങനെയാണോ നിങ്ങൾ സ്ത്രീകളെ കാണുന്നത്, അതായത് അവർ സാരി തലപ്പ് കൊണ്ട് മുഖം മറച്ചിട്ടുണ്ടായിരിക്കും, തല മൂടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നെറ്റ് കൊണ്ട് തല മൂടിയിട്ടുണ്ടായിരിക്കും, അതുപോലെ നെറ്റ് കൊണ്ട് തലമൂടി മക്കളൊക്കെ മുട്ടുകുത്തി ഈ കുടുംബം ബലിയർപ്പണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലോട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, പള്ളി അടച്ചത് നന്നായി. അടച്ച പള്ളികളൊക്കെ തുറക്കണം, പക്ഷേ പള്ളി അടച്ചത് നന്നായി. കാരണം എന്താ? പള്ളി മതിൽ ചാടി മക്കളെ, പള്ളി മതിൽ ചാടി. ഇപ്പോൾ നമ്മുടെ വീടുകളൊക്കെ പള്ളികളായിട്ട് മാറി. പള്ളി അടച്ചത് നന്നായി. അടച്ചിട്ട പള്ളികളൊക്കെ തുറക്കട്ടെ, പക്ഷേ നമ്മുടെ വീടുകൾ പള്ളികളായിട്ട് മാറിയെങ്കിൽ അതങ്ങനെ തന്നെ തുടരണം. അങ്ങനെ തന്നെയാണ് തുടരേണ്ടത്. മാർപ്പാപ്പ നിങ്ങളുടെ വീടുകളിൽ വന്ന് ബലിയർപ്പിക്കുമോ? മെത്രാനച്ചൻ നിങ്ങളുടെ വീടുകളിൽ വന്ന് ബലിയർപ്പിക്കുമോ? നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആദരിക്കുന്ന ധ്യാനഗുരുക്കന്മാർ നിങ്ങളുടെ വീടുകളിൽ വന്ന് ബലിയർപ്പിക്കുമോ? എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവർ? അത് തന്നെയല്ലേ മാർപ്പാപ്പ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ ഇരുന്ന് സംബന്ധിക്കുക. അല്ല, നമ്മൾ മാർപ്പാപ്പയോട് ചേർന്ന് ബലിയർപ്പിക്കുക, നമ്മുടെ മെത്രാനോട് ചേർന്ന് ബലിയർപ്പിക്കുക, നമ്മുടെ വൈദികരോട് ചേർന്ന് ബലിയർപ്പിക്കുക. എങ്ങനെയാണോ നിങ്ങൾ ഒരു ദേവാലയത്തിലായിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക, കുരിശിൻ്റെ വഴി നടത്തിക്കൊണ്ടിരിക്കുക, എല്ലാ ശുശ്രൂഷകളിലും സജീവമായി പങ്കുചേർന്നുകൊണ്ടിരിക്കുക. പള്ളി അടച്ചത് നന്നായി. പള്ളി മതിൽ ചാടണം. നമ്മുടെ പള്ളികൾ ഒരു മതിൽക്കെട്ടിനുള്ളിൽ തന്നെ നിർത്തേണ്ടതല്ല. ആവൃത്തിയിലേക്ക് മടങ്ങാൻ ഈശോ നമ്മെ ഓരോരുത്തരും വിളിക്കുന്ന സമയമാണിത്. ഒരു വൈറസ് വരേണ്ടി വന്നു അതിന്. എന്നിരുന്നാലും വൈറസൊക്കെ നിർവ്യാപനം ചെയ്യണം, അതിനെ ദൂരീകരിക്കണം. ഈ രോഗവ്യാധിയിൽ നിന്നും മാനവകുലം രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ബലിയർപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന ശുശ്രൂഷകളൊക്കെ. എനിക്ക് ബഹുമാനപ്പെട്ട നേഴ്സുമാരോട് ഒത്തിരി ആദരവുണ്ട്, അതുപോലെ അഭിമാനവുമുണ്ട്. 2003 തുടങ്ങിയ നേഴ്സസ് മിനിസ്ട്രിയിൽ പങ്കാളിയാകാനായിട്ട് അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നുണ്ട്. അതിന് കാരണം ഇതൊക്കെ തമ്പുരാൻ മുൻകൂട്ടി കണ്ട് നിങ്ങളെ വളർത്തിയതാണ് മക്കളെ. ദൈവം മുൻകൂട്ടി കണ്ട് തൻ്റെ ജനങ്ങളെ ശുശ്രൂഷിക്കാൻ ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ സ്വന്തമാക്കുന്ന നേഴ്സുമാരുണ്ടാകണമെന്ന് മുൻകൂട്ടി കണ്ട് 2003 മുതൽ തുടങ്ങിയ ശുശ്രൂഷയാൽ അല്ലേ ഇത് നേഴ്സ് മിനിസ്ട്രിയുടെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് പറയാൻ കാരണമുണ്ട്.
ഈ കൊറോണ വൈറസൊക്കെ പടർന്നു പിടിച്ച് പ്രായമായവരെ ഇപ്പം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക മരണത്തിന് വിട്ടുകൊടുക്കാൻ. വാർത്തകൾ ഇന്നും വന്നുകൊണ്ടിരിക്കുകയല്ലേ, നവമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. നൊമ്പരമുണ്ട് മനസ്സിൽ, വേദനയുണ്ട് മനസ്സിൽ, അതോടൊപ്പം അഭിമാനവുമുണ്ട്. എന്താണ് അഭിമാനം? വീട്ടുകാർക്ക് അടുത്ത് വരാനാവില്ല, കൂട്ടുകാർക്ക് അടുത്ത് വരാനാവില്ല, നിന്റെ പ്രിയതമയ്ക്കോ പ്രിയപ്പെട്ടവരോ മക്കൾക്കോ നിന്റെ അടുത്ത് വരാനാവില്ല. ICUയിൽ നീ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ അങ്ങനെയുള്ള രോഗികളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് ആരാണ്? മാലാഖമാരെന്ന് നമ്മൾ വിളിക്കുന്ന, ഏത് മതവും ഏത് വിശ്വാസവും ഏത് രാഷ്ട്രീയവും ഏത് നാടുമാകട്ടെ മക്കളെ, മാലാഖമാരെന്ന് നമ്മൾ വിളിക്കുന്ന ഈ നഴ്സന്മാരല്ലേ? അവരുടെ കൈപിടിച്ചിട്ട് അല്ലേ അവർ അന്ത്യയാത്ര പറയണത്? നിങ്ങളുടെ കരം പിടിച്ച് ഒരു രോഗി അന്ത്യയാത്ര പറയുമ്പോൾ അവർക്ക് ലാസ്റ്റ് സാക്രമെന്റ്, രോഗിലേപനം കിട്ടാൻ വഴിയില്ല, ഈശോയെ കിട്ടാൻ മറ്റു മാർഗങ്ങളില്ല, ബന്ധുമിത്രാദികളോ അവരുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോലും നിൽക്കാൻ പറ്റില്ല, അന്ത്യചുംബനം നൽകാൻ ഒരാൾ പോലുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് ഈശോയെ പങ്കുവയ്ക്കുന്ന നേഴ്സ് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അവരുടെ കരം പിടിക്കുമ്പോൾ അവർ പിടിക്കുന്ന കരം നിങ്ങളുടേതാണോ? അല്ല, അവർ പിടിക്കുന്ന കരം തമ്പുരാൻ്റേതാ, ദൈവത്തിൻ്റെ കരമല്ലേ അത്. അവർ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ട് ദൈവത്തിനടുക്കലേക്കല്ലേ മടങ്ങുന്നത്. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം ആ രോഗികൾക്കുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു അവസരം ബഹുമാനപ്പെട്ട ആദരവോടെ ഞാൻ കാണുന്ന നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു അവസരമുണ്ടോ? ഞങ്ങൾക്ക് ലഭിക്കാത്തത്, ഒരു പുരോഹിതർക്ക് ലഭിക്കാത്ത അവസരമല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നത്? പള്ളി അടച്ചത് നന്നായി, പള്ളിക്കൂടങ്ങൾ അടച്ചത് നന്നായി. ഒരു വൈറസ് എന്ന പേരിലാണെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. കൊറോണ ബാധിച്ചവർ, കൊറോണ ബാധിക്കാത്തവർ, രാജ്യങ്ങളുടെ പേര് പോലും പറയുന്നത് കൊറോണ ബാധിച്ച രാജ്യം, ബാധിക്കാത്ത രാജ്യം. വിശ്വാസത്തിൻ്റെ പേര് പോലും പറയുന്നില്ല. കൊറോണ ബാധിച്ച ഹിന്ദുവെന്നോ, കൊറോണ ബാധിച്ച മുസ്ലിം എന്നോ, കൊറോണ ബാധിച്ച ക്രിസ്ത്യാനി എന്നോ, കൊറോണ ബാധിച്ച നിരീശ്വരവാദി എന്നോ പോലും പറയുന്നില്ല. രോഗം ബാധിച്ചവർ, രോഗം ബാധിക്കാത്തവർ, രണ്ട് പേരിൽ ലോകം മുഴുവനും അറിയപ്പെടുമ്പോൾ അവിടെ അറിയപ്പെടേണ്ട ഒരു പേരിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നേഴ്സ് സഹോദരി സഹോദരന്മാരെ മറക്കരുത്. അത് യേശു എന്ന നാമത്തിൻ്റെ പേരിലാണ്. നിങ്ങൾ ക്രിസ്തുവിന് പകരക്കാരാവുകയല്ലേ? നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ചെറുതല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാവരും കൂപ്പുകരങ്ങളോടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പകർച്ചവ്യാധികളായ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, സഭ വളരുകയാണ്. അറിയില്ലേ സഭയുടെ ചരിത്രം? സഭയുടെ ചരിത്രം പകർച്ചവ്യാധികൾ വന്നപ്പോൾ ഓടി ഒളിച്ച സഭയുടെ ചരിത്രമല്ല, മറിച്ച് പകർച്ചവ്യാധികൾ വന്നപ്പോൾ അങ്ങനെയുള്ള രോഗികളിലേക്ക് ഇറങ്ങിയ ചരിത്രമാണത്. പള്ളി അടയ്ക്കുന്നു, പള്ളിക്കൂടം അടയ്ക്കുന്നു, ധ്യാനകേന്ദ്രങ്ങൾ അടയ്ക്കുന്നു. ധ്യാനഗുരുക്കന്മാരെവിടെ? വൈദികരെവിടെ? സന്യസ്തരെവിടെ? ധ്യാനഗുരുക്കന്മാരെവിടെ? ആത്മായ പ്രേക്ഷിതരെവിടെ എന്ന് ചോദിക്കുന്ന ഈശ്വരവാദികളോടൊക്കെ നമുക്ക് പറയാൻ 100 നാവുകളുണ്ട്. സ്നേഹത്തിൻ്റെ ചരിത്രങ്ങളുണ്ട് മക്കളെ. അതിൻ്റെ ചരിത്രത്തിൽ ഇഴമുറിയാതെ ഇന്നും തുടരേണ്ട കണ്ണികളിൽ ഒന്നാണ് നേഴ്സസ് മിനിസ്ട്രിയും നിങ്ങളുടെ ആദര സേവന ശുശ്രൂഷകളും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തീഷ്ണതയോടെ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ തുടരുന്നത് സഭയുടെ ചരിത്രത്തിൻ്റെ സജീവ താളുകളാണ്. തങ്കലിപികളിൽ എഴുതി വയ്ക്കപ്പെട്ട, അല്ല, ഈശോയുടെ ചുടുചോര കൊണ്ട് എഴുതി വയ്ക്കപ്പെട്ട സഭയുടെ ചരിത്രമാണ്. സഭ വളർന്നത് എങ്ങനെയാണ്? റോമായിൽ ഇതുപോലെ തന്നെ. റോമാ സാമ്രാജ്യത്തിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ ബന്ധുക്കൾക്ക് വേണ്ട, മിത്രങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ട, എല്ലാവരെയും മരിക്കാനിട്ട് കൊടുത്തുകൊണ്ട് ജനങ്ങളൊക്കെ പാലായനം ചെയ്തു. ഇന്നും ചരിത്രം ആവർത്തിക്കുക. അങ്ങനെ പാലായനം ചെയ്തപ്പോൾ കുറേ പേര് ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി വന്നു. അവരെ നാട്ടുകാർ വിളിച്ച പേരാണ് നസ്രാണികൾ. അവരെ നാടും ചരിത്രവും വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. ഇന്ന് ഈ ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ, സഭ മുഴുവൻ നിങ്ങളെ ഓർത്ത് അഭിമാനത്തോടെ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും കടന്നു വരാനാവാത്ത അവസ്ഥയാണ്. ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി കൊല്ലപ്പെടാൻ വേണ്ടി, രക്തസാക്ഷിയാകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും ആത്മായ പ്രേക്ഷിതരാണെങ്കിലും ഞങ്ങൾക്ക് പോലും ഇറങ്ങി വരാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിലേക്കാണ് ദൈവം നിങ്ങളെ ഒരുക്കിയത്. നേഴ്സസ് മിനിസ്ട്രി വെറുതെ വളർന്നു വന്നതല്ല മക്കളെ, അത് ദൈവം വളർത്തിയതാ, ദൈവം ആഗ്രഹിച്ച് വളർത്തിയതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം, ലക്ഷ്യം എന്താണ്? ഈശോയ്ക്ക് പകരക്കാരാവുക. നിങ്ങൾ ഭയപ്പെടരുത്.
ഒരുപക്ഷെ ഈ പകർച്ചവ്യാധി നിങ്ങളെയും സംഹരിച്ചേക്കാം, ആഹരിച്ചേക്കാം. പക്ഷേ നമ്മൾ തോൽക്കുകയില്ല, കൊല്ലപ്പെടുമായിരിക്കും, മരണപ്പെടുമായിരിക്കും, തോൽപ്പിക്കപ്പെടുകയില്ല. അതല്ല സഭയുടെ ചരിത്രം. നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയ്ക്ക് നാളെയും പറയാൻ പറ്റും, ഇതാ ക്രിസ്തുവിൻ്റെ പകരക്കാര്, ഇതാ ക്രിസ്ത്യാനികൾ, ഇതാ നസ്രാണികൾ, ഇതാ ഈശോയെ സ്നേഹിക്കുന്നവർ. അതിനു വേണ്ടിയുള്ള കരുത്ത് ലഭിക്കാനാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏകാന്തതയിലേക്കുള്ള പിന്മാറ്റം. നീ നിൻ്റെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ, ഞങ്ങളൊക്കെ വീട്ടിലേക്ക് മടങ്ങി ഞങ്ങളുടെ വീടുകൾ അടച്ചിടുമ്പോൾ, പള്ളികൾ അടച്ചിടുമ്പോൾ, ഞങ്ങളുടെ കന്യകാലയങ്ങൾ അടച്ചിടുമ്പോൾ, മഠങ്ങളും ആശ്രമങ്ങളും അടച്ചിടുമ്പോൾ, നിങ്ങളുടെ വാതിലുകൾ തുറന്നിടുന്നു. എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് ക്ലിനിക്കുകളിലേക്ക്, ആശുപത്രികളിലേക്ക്, പകർച്ചവ്യാധിയാൽ വീർപ്പുമുട്ടുന്ന രോഗികളുടെ അടുക്കലേക്ക്. അവിടെ നിങ്ങൾ മരണത്തിലേക്ക് സെലക്ട് ചെയ്യുമ്പോഴും ജീവനിലേക്ക് സെലക്ട് ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരെ, തമ്പുരാനാണ് നിങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ദൈവമാണ് നിന്നോട് കൂടെ, ക്രിസ്തുവാണ് നിന്നോട് കൂടെ. ഒരിക്കലും പരിഭ്രമിക്കരുത്. ചങ്കൂറ്റത്തോടും തൻ്റെ ഇടത്തോടും കൂടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ, പങ്കാളികളാകാൻ. കാരണം വേറെ ആർക്കും കിട്ടാത്ത അസുലഭ സന്ദർഭമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നേഴ്സസ് സഹോദരങ്ങളെ, ഉണരണം. ഇത് നമ്മുടെ സമയമാണ്, ഇത് ഇറങ്ങേണ്ട സമയമാണ്, മുരടിച്ചിരിക്കേണ്ട സമയമല്ല. ഏകാന്തതയിലേക്ക് പിൻവാങ്ങിയ ആവൃത്തിയിലെ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനും നായകനുമായിട്ടുള്ളവൻ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ആഘോഷങ്ങളുടെ സഭയാണോ ശക്തിയായ സഭ, ശക്തമായ സഭ? ആരവങ്ങളുടെ സഭയാണോ ശക്തമായ സഭ, അതോ ആവൃത്തിയിലെ സഭയാണോ? ഇത് ദൈവവിളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആരവങ്ങളിൽ നിന്നും ആവൃത്തിയിലേക്ക് മടങ്ങാനുള്ള ദൈവത്തിൻ്റെ വിളി. ഏറ്റവും ശക്തമായ സഭ എന്ന് പറയുന്നത് ആവൃത്തിയിലെ സഭയാണ്. അങ്ങനെ ആവൃത്തിയിലെ ജീവിതശൈലി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസം തന്നെ ക്രൈസ്തവ ജീവിത ശൈലിയിലേക്ക് കടന്നു വന്നത്. ആവൃത്തിയുടെ ജീവിതശൈലി സ്വീകരിക്കുവാൻ സന്യാസം കടന്നു വന്നു. ഇന്ന് ഈ ആവൃത്തിയിലേക്ക് ദൈവം നമ്മളെ തള്ളിയിടുകയാണ്, ദൈവം നമ്മളെ നിർബന്ധിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നീ കൂടുതൽ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ ശുശ്രൂഷകരായി മാറാൻ. പ്രത്യേകിച്ച് നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, നമുക്കുള്ള സമയമാണ്, നിങ്ങൾക്കുള്ള സമയമാണ്, നമ്മുടെ സമയമാണിത്. നമ്മൾ പരാജയപ്പെട്ടാൽ, നിങ്ങൾ കൂടി ഇല്ലാതായാൽ, പിന്നെ ഈ ഭൂമിക്ക് വേറെ ആരുണ്ട്? ഞാൻ ഓർക്കുന്നത് യമനിൽ കൊല്ലപ്പെട്ട മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സിസ്റ്റേഴ്സിൻ്റെ കഥകളാണ്. 4 സിസ്റ്റേഴ്സ് കൊല്ലപ്പെട്ടു. 5ാമത്തെ സിസ്റ്റർ, അവിടുത്തെ മദർ സിസ്റ്റർ സാലി രക്ഷപ്പെട്ടു. ഈ കന്യാസ്ത്രീയുടെ മുമ്പിൽ, സിസ്റ്റർ സാലിയുടെ മുമ്പിൽ പട്ടാള ഉദ്യോഗസ്ഥർ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? സിസ്റ്റർ ഉത്തരമൊന്നും പറയുന്നില്ല. നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പോവാം, അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഈ സിസ്റ്റർ പറഞ്ഞത്, ഞാൻ വരുന്നില്ല എന്നാണ്. ഞാൻ വരുന്നില്ല. പട്ടാളക്കാർക്ക് ഭയങ്കര അത്ഭുതം. അവർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അങ്ങനെ പറയണേ? നിങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സിനെ കൊന്നവർ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇനിയും വരും. നിങ്ങൾ എന്താ ഈ പറയണേ? മണ്ടത്തരം പറയാതെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം, നിങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, കാര്യം ഇതാണ്, എൻ്റെ കൂടെ 4 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവർ 4 പേരും കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇവിടെയുള്ള രോഗികൾക്ക് ഞാൻ അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ കൂടി ഇല്ലാതായാൽ ഇവർക്ക് വേറെ ആരുണ്ട്? ആർക്ക്? ആരോരും നോക്കാനില്ലാത്ത വൃദ്ധരും അനാഥരുമായ ഈ പാവങ്ങൾക്ക് വേറെ ആരുണ്ട്? അവർ ക്രിസ്ത്യാനികളാണോ? അല്ല. മാമോദിസ സ്വീകരിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളല്ല അവർ മുസ്ലിമുകളാണ്. ഏത് മതമാകട്ടെ, ഏത് വിശ്വാസമാകട്ടെ, ഏത് രാജ്യമാകട്ടെ, നാടാകട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ കന്യാസ്ത്രീ പറഞ്ഞത്, ഞാൻ കൂടി ഇല്ലാതായാൽ ഇവർക്ക് വേറെ ആരുണ്ട്? നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങൾ കൂടി ഇല്ലാതായാൽ, ഈ പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിക്ക് വേറെ ആരുണ്ട്? നിങ്ങൾ കൂടി ഇല്ലാതായാൽ ഇവർക്ക് വേറെ ആരുണ്ട്? ഈശോയെ അറിഞ്ഞ്, ഈശോയെ സ്നേഹിച്ച്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നേഴ്സന്മാരെ ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന സകലമാന നേഴ്സ് സഹോദരി സഹോദരന്മാരെ, ആവൃത്തിയിലേക്ക് പിൻവാങ്ങണം, ഏകാന്തതയിലേക്ക് പിൻവാങ്ങണം. എന്നിട്ട് നീ നിന്നെ തന്നെ അറിയണം, നീ നിൻ്റെ ഈശോയെ അറിയണം, നീ നിൻ്റെ ദൈവവിളി തിരിച്ചറിയണം. എന്നിട്ട് നീ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങണം. അനേകം രോഗികളിലേക്ക് അവർ ഒരുപക്ഷെ മരണത്തിലൂടെ തമ്പുരാനിലേക്ക് എത്തുവാണെങ്കിലും, അവർ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും, പ്രിയപ്പെട്ട നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങളുടെ സ്പർശനം, നിങ്ങളുടെ സാന്ത്വനം, നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ ഇടപെടൽ അവർക്ക് നൽകുന്നത് ഒരു ക്രിസ്താനുഭവമായിരിക്കട്ടെ. അതാണ് നിങ്ങൾക്കുള്ള ആവൃത്തി.
ഈ ആവൃത്തിയിലേക്കാണ് നിങ്ങൾക്കുള്ള വിളി. ഈ വിളി നിരസിക്കരുത്. ആഘോഷങ്ങളിലെ സഭയല്ല, ആരവങ്ങളുടെ സഭയല്ല, ആവൃത്തിയിലെ സഭയെയാണ് ക്രിസ്തു ഇന്ന് ഉറ്റുനോക്കുന്നത്. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ക്രിസ്തു വിശ്വാസികളും തീഷ്ണമതികളായ വൈദികരും സന്യസ്തരും ഉറ്റുനോക്കുന്നത് ആവൃത്തിയിലെ സഭയിലേക്ക്. നേഴ്സന്മാർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. എല്ലാ കുടുംബജീവിതക്കാരും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങട്ടെ. നിങ്ങളുടെ വീട് ദേവാലയങ്ങളായി മാറട്ടെ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കട്ടെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ വിശുദ്ധിയിലേക്ക് എത്തട്ടെ. അങ്ങനെ നിങ്ങളെ തന്നെ കണ്ടെത്തി, ക്രിസ്തുവിനെ കണ്ടെത്തി, നിങ്ങളുടെ ഭവനം ഒരു ദേവാലയമായിട്ട് രൂപാന്തരപ്പെടാൻ ഈശോ നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല അവസ്ഥയും അവസരവുമാണ് ഈ നോമ്പുകാലത്തിലെ സമാപന ദിനങ്ങൾ, ഈ വലിയ ആഴ്ച. നിന്റെ വീട്ടിൽ കുരിശിൻ്റെ വഴി എങ്ങനെയാണോ നീ നിന്റെ ഭവനങ്ങളിൽ, നിന്റെ പള്ളികളിൽ, ഇടവക പള്ളികളിൽ കുരിശിൻ്റെ വഴി നടത്തിയത്, അതുപോലെ തന്നെ നിന്റെ ഭവനങ്ങളിൽ നീ കുരിശിൻ്റെ വഴി നടത്തണം. എങ്ങനെയാണോ നീ നിന്റെ പള്ളിയിലെ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നത്, അർപ്പിച്ചത്, അതുപോലെ തന്നെ നീ നിന്റെ ഭവനങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കണം. അങ്ങനെ നാടും വീടും ആവൃത്തിയിലേക്ക് മടങ്ങട്ടെ. നമ്മുടെ ശുശ്രൂഷകൾ ക്രിസ്തു സാന്നിധ്യമുള്ളതായി മാറട്ടെ. ആരവങ്ങളുടെ ക്രിസ്തുവിൽ നിന്നും ആവൃത്തിയിലേക്കുള്ള ക്രിസ്തുവിലേക്ക്, ആരവങ്ങളുടെ സഭയിൽ നിന്നും ആവൃത്തിയിലേക്കുള്ള സഭയിലേക്ക് നമുക്ക് ഒത്തൊരുമിച്ച് യാത്ര ചെയ്യാം. തമ്പുരാൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു വിശുദ്ധ ആഴ്ച ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോഹന്നാൻ 12:5 പറയുന്നു, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. അവിടുത്തെ മുന്നിൽ നമ്മെ അലട്ടുന്ന എല്ലാ ആകുലതകളും വിഷമങ്ങളും നമുക്ക് സമർപ്പിക്കാം. യുഗാന്ത്യം വരെയും നമ്മോടൊപ്പമുണ്ടാകുമെന്ന ഈശോയുടെ വാഗ്ദാനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ, കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ഉന്നതവേദിയിൽ ഓശാന, ദാവീദിൻ സുതൻ ഓശാന, ഓശാന ഓശാന.